ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതിയെപ്പറ്റിയാണ്. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ആയുസ്സിനെ കുറിക്കുന്ന ആയുൾകാരകനായ ഗ്രഹവും അതുപോലെ തന്നെ കർമ്മകാരകനായ ഗ്രഹവുമാണ്. ആ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. വക്രഗതി എന്ന് പറഞ്ഞാൽ പിറകോട്ടുള്ള സഞ്ചാരം എന്നുള്ളതാണ്. അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹം എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. ആ ഗ്രഹത്തിന് വക്രഗതി സംഭവിക്കുമ്പോൾ അത് നേർവിപരീത ദിശയിൽ, അതായത് പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലം ആരംഭിക്കും. ഈ ഒരു കാലം പ്രത്യേകിച്ചും ഇപ്പോൾ ഏഴരശനി, അതുപോലെ കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി എന്നീ ശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ ദോഷഫലങ്ങളൊക്കെ വിട്ടുമാറും. ശനിദോഷങ്ങൾ എല്ലാം പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. ശനി ഏറ്റവും കൂടുതൽ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നമ്മുടെ കൈക്കുമ്പിളിൽ വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായ കാലഘട്ടവുമാണ്. ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നത് ജൂലൈ മാസം 13-ാം തീയതിയാണ്. വക്രഗതി ആരംഭിച്ച ഉടനെ ആ ഒരു ഫലം വന്നു ചേരില്ല. ഒരു ജൂലൈ മാസം 18-ാം തീയതിയോടുകൂടിയൊക്കെ ആ വക്രഗതിയുടെ ഫലം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. ഈ ഒരു വക്രഗതി കാലഘട്ടം നവംബർ മാസം 30-ാം തീയതി വരെയാണ് ഈ ഒരു വക്രഗതി കാലഘട്ടമുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറാൻ, അല്ലെങ്കിൽ ഒരു ഗുണഫലങ്ങൾ, ഒരു നന്മ വന്ന് ലഭിക്കുന്നതിന് ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നിമിഷം മതിയാകും. ഇപ്പോൾ ജൂലൈ മാസം മുതൽ നവംബർ 30 വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, എല്ലാ നന്മകളും, ആയുരാരോഗ്യ സൗഖ്യങ്ങളും, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തിയും, അങ്ങനെ എല്ലാവിധത്തിലുമുള്ള നന്മകൾ ലഭിക്കുന്ന ഒരു 7 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരുണ്ട്. അവരെ പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, ഇത് രാശിയിൽ ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പൊതുഫലമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ ശനി ദശ നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ ജാതകവശാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ, ശനി പാപനാണോ ശുഭനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മതിന്മകളെപ്പറ്റി നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ദശാകാലത്തിനും നമ്മൾ ഓരോരുത്തരെയും സ്വാധീനിക്കാൻ അത്രമേൽ കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകും. മേടം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴരശനി ആരംഭിച്ചിരിക്കുകയാണ്. ഏഴരശനിയിൽ ശനി 12-ാം ഭാവമായി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച്, പലരെയും സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് മേടം രാശിയിൽപ്പെട്ട പലരും. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവമുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പദവി ഉയർച്ചയോ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഇടത്തേക്കുള്ളൊരു ട്രാൻസ്ഫറോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് നിൽക്കുന്ന അനുഭവം. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ അതിനുവേണ്ടി സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും പലതരത്തിൽ കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ് നടത്തുന്നവർക്കും അതിലൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രധാനമായും ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല കാര്യങ്ങൾക്കായിട്ട് പലയിടത്തു നിന്നും കടം വാങ്ങി വരെ ചിലവഴിക്കേണ്ട അവസ്ഥ മേടം രാശിയിൽപ്പെട്ട പലർക്കുമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിലൊരു മാറ്റം ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും.
പലരെയും സംബന്ധിച്ച് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ലഭിക്കാത്ത ഒരു അവസ്ഥയാണ്. എത്ര രൂപ കയ്യിൽ വന്നാലും അതിനിരട്ടി ചിലവാകുന്നതിനുള്ള ഒരു വഴികൾ തുറന്നു കിട്ടുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു പാഴ്ചിലവുകൾ വരുന്നു. അനാവശ്യമായിട്ടുള്ള അലച്ചിലുകൾ, യാത്രകൾ മൂലമുണ്ടാകുന്ന ക്ലേശങ്ങൾ, വ്യയങ്ങൾ, ഒരു നല്ല കാര്യത്തിനെന്ന് പറഞ്ഞ് നമ്മൾ മുടക്കുന്ന പണം ഒക്കെ വ്യയമായി പാഴ്ചിലവായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ. മറ്റു ചില മേടം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അവരവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടായി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ആശുപത്രി, അങ്ങനെ ഉള്ള പാഴ്ചിലവുകൾ, മറ്റു കാര്യങ്ങളുമൊക്കെ മേടം രാശിയിൽപ്പെട്ട പലർക്കും ഇപ്പോൾ അനുഭവത്തിലുള്ളതാണ്. രോഗദുരിതങ്ങൾക്കായിട്ട് പണം മുടക്കേണ്ട അവസ്ഥ. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള കർമ്മ മേഖലയിൽ നല്ല ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഇടം മാറ്റം, പദവി മാറ്റം, സ്ഥാനമാറ്റം ഒക്കെ വന്നു ചേരും. ജോലിയില്ലാത്തവർക്ക് പോലും നിങ്ങൾക്ക് ആ സമയം നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം ശനി നൽകും. ചെറുതാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അതൊരു സമ്പാദ്യമാക്കി മാറ്റാനോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനോ സാധിക്കും. ഇപ്പോഴുള്ള അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. യാത്രാപരമായിട്ടുണ്ടായിരുന്ന ക്ലേശങ്ങൾ വിട്ടുമാറുക. ജോലിയിലുണ്ടായിരുന്ന സമ്മർദ്ദം അത് വിട്ടുമാറുക. യാത്രകളിൽ കൂടെ നിങ്ങൾക്കൊരു നേട്ടം, ഒരു ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അനുഭവമൊക്കെ ശനി നിങ്ങൾക്ക് വക്രഗതി സഞ്ചാര കാലഘട്ടത്തിൽ നൽകും. പ്രധാനമായും മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ പലരും ഒരു വീടിൻ്റെ, ഒരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് അതൊക്കെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന സാഹചര്യം, ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമൊക്കെ ആ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം അനുഗ്രഹമായിട്ട് തീരും. മേടം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും ആ ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ ജീവിതത്തിൽ നൽകും. ആരോഗ്യപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു ശനിയുടെ വക്രഗതി നൽകുന്നതാണ്. ഈ ഒരു സമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മേടം രാശിക്കാർക്ക് ഇപ്പോഴനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടൊഴിഞ്ഞ് ആ ശനിയുടെ വക്രഗതി എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മിഥുനരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട്, അതായത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാത്ത പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. കാരണം കണ്ടകശനി കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി, നമ്മുടെ കർമ്മം സംബന്ധമായിട്ട് പ്രതീക്ഷിക്കാത്ത ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും വന്നു ചേരാം. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിൽ വരാം. ചിലരെ സംബന്ധിച്ച് ആശുപത്രി വാസത്തിന് വരെ ഒരു യോഗമുള്ള സമയം അല്ലെങ്കിൽ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന ചെറിയ അപകടങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വന്നു ചേർന്ന വ്യക്തികളും കുറവല്ല. ഭാഗ്യാനുഭവങ്ങൾ, അതുപോലെ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിക്കാരിൽ ഒരു രാശിക്കാരാണ് മിഥുന രാശിക്കാർ. പ്രത്യേകിച്ച് ശനി കണ്ടകനായിട്ട് നടക്കുന്ന സമയം ഒരല്പം ബുദ്ധിമുട്ടാണ്. മുന്നോട്ടുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം മിഥുന രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകും. ശനിയുടെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ വിട്ടുമാറും. അത് അവരവരുടെ കർമ്മം ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ദാമ്പത്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. അതുപോലെ ശരീരത്തിന് പൂർണ്ണമായിട്ടൊരു ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് മിഥുന രാശിക്കാർക്കൊരു മോചനമാണ് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മുതൽ നവംബർ 30 വരെയുള്ള ഒരു കാലഘട്ടം.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ആ മന്ദത ഒക്കെ വിട്ടുമാറി നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും 100% പൂർണ്ണമായിട്ടൊരു വിജയം ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. പലർക്കും പലതരത്തിലാണ് ഭാഗ്യങ്ങൾ ലഭിക്കുക. ചിലർക്ക് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നല്ലൊരു മംഗല്യം, ഒരു വിവാഹ ജീവിതം ലഭിക്കുക, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി, ഇങ്ങനെ പല കാര്യങ്ങളാൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ചും മിഥുനരാശിക്കാർക്ക് ഏറ്റവും അധികം ഒരു ഗുണഫലം ലഭിക്കുന്നത് അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖലയിലാണ് എന്നുള്ളതാണ്. ഒരു വിദേശ ജോലി ഭാഗ്യമൊക്കെ ലഭിക്കുന്ന സമയം വിദേശത്ത് ജോലി ചെയ്യുന്ന മിഥുനരാശിക്കാർക്കും ഈ ഒരു കാലഘട്ടം വളരെ വളരെ ഉത്തമമാണ്. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിനൊക്കെ വളരെ അനുയോജ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ഗുണഫലങ്ങളും പല നന്മകളും ഈ ഒരു കാലഘട്ടം മിഥുനരാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് അഷ്ടമാധിപതിയാണ്, പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം. അപ്പോൾ കണ്ടകശനി ദോഷം വിട്ടുമാറുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കും. ഈ ഒരു സമയം മിഥുനരാശിക്കാരായ ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈ ശനിയുടെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന രാശിക്കാരാണ്. അഷ്ടമശനി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ഒട്ടും കരുതാത്ത ചില അപ്രതീക്ഷിതമായിട്ടുള്ള നെഗറ്റീവ് ചേഞ്ചസ് പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. ഈ അഷ്ടമശനിയുടെ ദോഷം അനുഭവത്തിൽ വരാത്ത ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ, ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ് ഈ അഷ്ടമശനി ദോഷത്തിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുക. അല്ലാത്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആശുപത്രി വാസങ്ങൾ, അതിനുവേണ്ടി പണം മുടക്കേണ്ട അവസ്ഥ, അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ അപകടങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ പലർക്കും അനുഭവത്തിൽ വരാം. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഈ ഒരു അഷ്ടമശനി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരിക, നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം നമ്മുടെ ആവശ്യമുള്ള ചിലവുകൾക്കും കൂടുതലായിട്ട് ചിലവഴിക്കേണ്ട ഒരു അനുഭവം. അതായത് നമ്മുടെ കൈകളിലേക്ക് പണം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അത് ഇരട്ടി ഒരു ചിലവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വന്നു ചേരുക. അപ്പോൾ നമ്മൾ ആ കടം വാങ്ങിച്ചുകൂടെ ഒരു പണച്ചിലവ്, ഒരു പാഴ്ചിലവായിട്ടൊക്കെ അത് പോവുകയും അതുമൂലം കടബാധ്യത, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് പല ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും അവരവരുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ അനാവശ്യമായിട്ടുള്ളൊരു എതിർപ്പ്, ശത്രുതകൾ ഈ കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിലുള്ള ഒന്നാണ്. ഒരു നല്ല കാര്യം ചെയ്താൽ തന്നെ ആ ഒരു നന്മ നമുക്ക് തിരിച്ചു ലഭിക്കാതെ ഒരു ശത്രുവായിട്ട് കാണുക, അനാവശ്യ എതിർപ്പുകളൊക്കെ ഉണ്ടാകാം. അതൊരു ജോലി ചെയ്യുന്ന ഇടങ്ങളിലും പലർക്കും പലതരത്തിലുള്ള എതിർപ്പുകൾ, എത്ര നല്ല രീതിയിൽ അവരവരുടെ കർമ്മം ചെയ്താലും നല്ല ഒരു അഭിപ്രായം കേൾക്കാൻ സാധിക്കാതിരിക്കുക, ഒരു കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളുടെ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച്, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ പലർക്കും അനാവശ്യമായിട്ടുള്ള ചെറിയ കേസ് വഴക്കുകളോ മറ്റ് കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെടേണ്ട അവസ്ഥ, താൻ അവരവർ ചെയ്യാത്ത പല പ്രശ്നങ്ങൾക്കും ഒരു പോലീസ് കേസോ മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥയും ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുള്ളതാണ്. പൊതുവേ ഈ ഒരു സമയം അഷ്ടമശനി കാലഘട്ടം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടമാണ്. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒക്കെ. ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ കൊടുത്ത പണം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാതിരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ സഹായിക്കുന്ന വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ സഹായിച്ച വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നൽകുക, ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുക, ഇതൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വരുന്ന ഒന്നാണ്. അതുപോലെ പലരെയും സംബന്ധിച്ച് വിവാഹ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള തടസ്സം, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. ചിങ്ങം രാശിയിൽപ്പെട്ട ചില ദമ്പതികളെ സംബന്ധിച്ച് ഒരു വേർപിരിയലിൻ്റെ അവസ്ഥയിലോ രണ്ടുപേരും രണ്ട് കുടുംബത്തായിട്ടൊക്കെ താമസിക്കേണ്ട അവസ്ഥയൊക്കെ പലർക്കും ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ്.
ഇത്രയും ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ചിങ്ങം രാശിക്കാർ ധാരാളമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന കാലഘട്ടം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള പല പ്രശ്നങ്ങൾ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറും. അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കും. ഒരു വിവാഹം നടക്കുന്ന സമയമാണ്. ഈ ഒരു കാലഘട്ടം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നന്മകളാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുകയും അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടം, ലാഭം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ശനിയുടെ വക്രഗതി നൽകുന്നത്. ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ ആയുൾകാരകനായതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അഷ്ടമശനി കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ശനി നൽകിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വക്രഗതി കാലഘട്ടത്തിൽ ശനി തന്നെ പരിഹരിച്ച് നൽകുന്ന ഒരു ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വിട്ടുമാറി കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. അതുപോലെ ലോൺ സംബന്ധമായിട്ട് മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർക്കും സമയം, കാലം, വക്രഗതി കാലഘട്ടം വളരെ അനുകൂലമാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വേണം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും മുന്നോട്ട് പോകുവാനായിട്ട്. ഈ ഒരു കാലം വളരെ അനുകൂലമാണ്. വക്രഗതി കാലഘട്ടം കർമ്മസംബന്ധമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. കാരണം ശനി കർമ്മകാരകൻ കൂടായതിനാൽ ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി ദോഷം ഉള്ള ഒരു സമയമാണ്. അപ്പോൾ സമയത്ത് ഈ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ടകശനി ദോഷം നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും. 7ാം ഭാവത്തിലാണ് ശനി നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത്. ഈ കണ്ടകശനി കാലഘട്ടത്തിൽ കന്നിരാശിക്കാരായ പലരും അനുഭവിക്കുന്നത് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളമായി അനുഭവിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. അതായത് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക. അതുമൂലം ഒരു ചെറിയ വിരഹവേദനയൊക്കെ പലർക്കും അനുഭവത്തിൽ വരാം. ചില ദമ്പതികളെ സംബന്ധിച്ച് അവരവരുടെ ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം ഒരു മനസ്സിന് സ്വസ്ഥത, സമാധാനം, സുഖം ലഭിക്കാത്തൊരനുഭവമുണ്ട്. ചിലരെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിയലിൻ്റെ അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്ന കന്നിരാശിയിൽപ്പെട്ട പലരും ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ ഈ ഒരു കണ്ടകശനി കാലഘട്ടം നൽകുന്നുണ്ട്. കാരണം ശനി 7ാം ഭാവത്തിലാണ്, കളത്ര ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിഞ്ഞാൽ ധാരാളം പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, വിവാഹം നിശ്ചയിച്ച വിവാഹം തന്നെ അവസാനം അത് പോയ അനുഭവവും പലർക്കും ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹം അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ, അതുപോലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഒക്കെ നൽകുന്ന ഒരു ഗ്രഹമാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ പലരും അനുഭവിക്കുന്നുണ്ട്. ഒരു ഭൂമിയൊക്കെ വാങ്ങുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അതിലേക്ക് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. ഇനി ഭൂമി വാങ്ങി ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചാൽ അതിനും ആവശ്യമില്ലാത്ത അനാവശ്യമായ പല തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നു ചേരുക. ആ ഗൃഹനിർമ്മാണം മുന്നോട്ട് പോകുന്നതിന് പലതരത്തിലുള്ള കാലതാമസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരിക. ഇതൊക്കെ കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്ന ഒന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ വിട്ടുമാറും. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരു സമാധാനം, സുഖം ലഭിക്കും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. അതുപോലെ ഗൃഹനിർമ്മാണമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവുമാണ്. പ്രത്യേകിച്ചും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലത, വേവലാതികൾ വിട്ടുമാറും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുക. അത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ജോലിയാകാം, അല്ലെങ്കിൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന
കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിദേശ ജോലി ലഭിക്കുക, അതുപോലെ അവരുടെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ, കാലതാമസം വിട്ടുമാറുക. കന്നിരാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ മംഗല്യത്തിന്, വിവാഹത്തിന് വേണ്ടി കുറച്ചധികം കാലമായി പരിശ്രമിക്കുന്നവർ ധാരാളമുണ്ട്. അവരെ സംബന്ധിച്ച് ആ കുട്ടികളുടെ മംഗല്യം, വിവാഹം നടക്കുന്ന ഏറ്റവും അനുയോജ്യമായ നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ശനിയുടെ വക്രഗതി കാലഘട്ടം കന്നിരാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ സന്താനത്തിന് വേണ്ടി ചികിത്സകളൊക്കെ നടത്തി വരുന്നവർക്ക് ആ ചികിത്സകളൊക്കെ ഫലപ്രദമാവുക, ഒരു സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. കന്നിരാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ അവരവരുടെ കുട്ടികളാൽ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സമാധാനം, സുഖം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അവരവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരവരുടെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പെരുമാറ്റം, അതുപോലെ നല്ല ഒരു അനുഗ്രഹം നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ലഭിക്കും. ഈ ഒരു കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുക. ശനിയുടെ വക്രഗതി കാലഘട്ടം കന്നിരാശിക്കാരായ വ്യക്തികളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും വിട്ടുമാറ്റുന്ന തരത്തിലാണ് നല്ല അനുഭവം ലഭിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. നിങ്ങളെ എതിർത്തിരുന്നവർ, അല്ലെ നിങ്ങളെ ശത്രുവായിട്ട് കണ്ടിരുന്നവർ പോലും അതൊക്കെ അവരവരുടെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു സമയവുമാണ്. നിങ്ങളുടെ കർമ്മമേഖലയും ജീവിതവുമൊക്കെ വളരെ നല്ല രീതിയിൽ സുഗമമായി ആ ഒരു ശനിയുടെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകുന്ന ഉത്തമമായിട്ടുള്ള ഒരു കാലമാണ്. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ ഒരു ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ജാതകവശാലുള്ള അവസ്ഥ കൂടെ മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അർദ്ധാഷ്ടമ ശനി. പലരും പറയും 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകനാണ്, കണ്ടകശനിയാണ്. എന്നാൽ അങ്ങനെയല്ല. കണ്ടകശനി ദോഷം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ശനി 7-10 ഭാവങ്ങളിൽ സഞ്ചരിക്കണം. ശനി അർദ്ധാഷ്ടമ ശനിയായിട്ട് സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം പൊതുവെ ധനരാശിയിൽപ്പെട്ട പലരും അനുഭവിക്കുന്നത് മാനസികപരമായ പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കാത്ത അവസ്ഥ, മനസ്സിനെ അലട്ടുന്നതോ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതോ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കാം. അത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നാകാം. ചിലപ്പോൾ അവരവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലമോ, ആരോഗ്യപരമായിട്ട് അവരവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ, അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിൽ ലഭിക്കുന്ന പ്രയാസങ്ങളോ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, ഇങ്ങനെ പല തരത്തിലാകാം. പൊതുവെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനസ്സിന് അത്രമേൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു കാലമല്ല. പലരെയും സംബന്ധിച്ച് മാനസികമായിട്ടൊരു സമ്മർദ്ദം, സ്ട്രെസ്സൊക്കെ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ പല ധനരാശിക്കാരെയും സംബന്ധിച്ച് കുടുംബത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കാതിരിക്കുക, കുടുംബത്തിലെ പല കാര്യങ്ങൾക്കും ഒരു തടസ്സം ഉണ്ടാവുക, കുടുംബത്തിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പല കാര്യങ്ങൾക്കും ഒരു തടസ്സം ഉണ്ടാവുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത, സുഖക്കുറവ് ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് അത് പാലിക്കാനായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുള്ള അനുഭവത്തിൽ വരിക, നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ അത്രമേൽ വില കൽപ്പിക്കാത്ത ഒരവസ്ഥയും, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ ധനുരാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ്. ശനി 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് അർദ്ധാഷ്ടമ ശനിയായിട്ട് സഞ്ചരിക്കുമ്പോൾ പലരെയും സംബന്ധിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സുഖക്കുറവ് അനുഭവത്തിലുണ്ട്. ഈ ഒരു അർദ്ധാഷ്ടമശനി തുടങ്ങിയ കാലം മുതൽ പലർക്കും ചെറിയ തരത്തിലെങ്കിലും എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെ ആശുപത്രിയിൽ നിന്ന് പോകേണ്ട അവസ്ഥയോ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയോ പലർക്കും വന്നു ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ധനരാശിക്കാരായ പലർക്കും ഈ ഒരു കാലഘട്ടം അവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മാതാവിൻ്റെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി പണം മുടക്കേണ്ട അവസ്ഥ, ഇതൊക്കെ പലർക്കും അനുഭവത്തിലുള്ളതാണ്. അതുപോലെ ഗൃഹം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അനുഭവത്തിൽ വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ധനുരാശിക്കാർക്ക് ഈ ഒരു അർദ്ധാഷ്ടമശനി നൽകുന്ന ഒന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ധാരാളമായി ലഭിക്കുകയും
നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനഭാഗ്യം വന്നു ചേരുന്നത് മൂലം നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കുവാനും അവരുടെ കുടുംബത്തിലെയും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. അവരവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ, അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ നടക്കും എന്നുള്ളതാണ്. അത് പലർക്കും പലതരത്തിലാകാം. ചിലരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി കാലഘട്ടത്തിലായിരിക്കും ആ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഭാഗ്യം, അതുപോലെ അനുയോജ്യകരമായ ചില മംഗല്യം, വിവാഹമൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള നന്മകളും ധനുരാശിക്കാർക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നൽകും. അപ്രതീക്ഷിതമായ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക, അത് ഏറ്റവും ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി പാദത്തിൽ എത്തി നിൽക്കുന്ന സമയം. ഇപ്പോൾ ഏഴരശനി മൂലം കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായി ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് കുംഭം രാശിക്കാർ. ഇപ്പോൾ ശനി പാദത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവും നമുക്ക് അത്ര നല്ല ഒരു കാലഘട്ടമായിട്ട് പറയുവാൻ സാധിക്കില്ല. നമ്മളെടുത്ത് വയ്ക്കുന്ന ചുവടുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വെച്ച് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ പലർക്കും കാലിടറുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഈ ഒരു കാലഘട്ടത്തിൽ ശനി നിങ്ങളെ സംബന്ധിച്ച് വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്ക് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാലഘട്ടം. ഈ ഒരു സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ശനി വക്രത്തിൽ വരുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭചിലവുകളുടെ ശുഭകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ അപ്രതീക്ഷിതമായ ശുഭചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പലരെയും സംബന്ധിച്ച് ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ശനി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് രാശിയാധിപനാണ്. പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തിനെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ജോലി ഇല്ലാത്തവർക്ക് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ നല്ല നേട്ടം, നല്ല ലാഭം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക, യാത്രകളിൽ കൂടെ നേട്ടം ഉണ്ടാവുക. യാത്രകളെന്ന് പറഞ്ഞാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ ഒരു വിദേശ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ നടക്കും. അതായത് നിങ്ങളൊരു ഭൂമി വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. നിങ്ങൾക്കൊരു ഭൂമി വാങ്ങാൻ സാധിക്കുക. ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ലഭിക്കുന്ന കാലഘട്ടം. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട്, കഷ്ടതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതുപോലെ ചില കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടങ്ങളിൽ വണ്ടി വാഹന യോഗങ്ങൾ വരെ വന്നു ചേരുന്ന ഒരു ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കുംഭം രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ ഒരു വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യവും ശനി നൽകുന്ന സമയമാണ്. ഇപ്പോൾ ഏഴരശനിയിലെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി വരുമ്പോൾ ആ ഏഴരശനിയിലെ പാദശനിയുടെ ദോഷം വിട്ടുമാറുകയും നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ചുവടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിലായിരിക്കും. അതായത് ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുമ്പോൾ പലർക്കും അവരവർക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയോ
അതല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് പ്രാബല്യത്തിലാക്കാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ തീരുമാനം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം നൽകുക, അതായത് എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരു പാളിപ്പോകുന്ന അനുഭവം, ഇതൊക്കെ പലർക്കും അനുഭവത്തിലുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി സമയത്ത് നിങ്ങളുടെ ബുദ്ധി നല്ലതുപോലെ നിങ്ങൾക്ക് തെളിയുകയും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിജയം നൽകുകയും ചെയ്യും. മുന്നോട്ടുള്ള സമയം ആ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിലാണ് നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരിക. ഓരോ കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണത ലഭിക്കുന്ന സമയം, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി നൽകുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം വീണ്ടും കിട്ടുന്ന ഒരു സമയവുമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ വിട്ടുമാറും. ശുഭച്ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം, പാഴ്ചിലവുകൾ വിട്ടുമാറി ശുഭച്ചിലവുകൾ. ആ ശുഭച്ചിലവുകൾ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു സാമ്പത്തികം ഉണ്ടാകണം, ഒരു ധനവരവുണ്ടാകണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരവരുടെ കർമ്മം മുഖാന്തരവും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം വന്നു ചേരുകയും അതുമൂലം ശുഭച്ചിലവുകളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിറവേറ്റാൻ പറ്റുന്ന സമയവുമാണ്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ കുംഭം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്കാണ് ശനിയുടെ വക്രഗതി അത്യുത്തമമായ ഫലം നൽകുന്നത്. ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് 7.5 ശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 7.5 ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾ. ഈ 7.5 ശനിയിലെ ജന്മശനി ദോഷം ബാധിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജനന ജാതകപ്രകാരം നിങ്ങൾക്ക് അത്രമേൽ ശുഭനായ ബലവാനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ 7.5 ശനിയിലെ ജന്മശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയുള്ളൂ. ജന്മശനി എന്ന് പറഞ്ഞാൽ ശനി നമ്മുടെ തലയിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം ചുമക്കേണ്ടി വരുന്ന അവസ്ഥ, അതായത് അതുപോലെയുള്ള ജീവിത പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ലഭിക്കുന്ന സമയം. മീനം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരെ പലർക്കുമുണ്ട്. അത് സാമ്പത്തികപരമായിട്ടാകാം, അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, കടബാധ്യതകൾ മുഖാന്തരമാകാം. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് 7.5 ശനിയിലെ ജന്മശനി കാലഘട്ടം നൽകുന്നത്. മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും പ്രശ്നങ്ങൾ ഓരോ വിധത്തിലായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒരു കാഠിന്യം നോക്കിയാൽ നമ്മുടെ ശിരസിൽ, നമ്മുടെ തലയിൽ ചുമക്കാൻ പറ്റാവുന്നതിലും കൂടുതൽ ഭാരം, അതായത് അത്രമേൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളായിട്ടാണ് മീനം രാശിയിൽപ്പെട്ട പലരും ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. പലർക്കും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാം, സാമ്പത്തികപരമായിട്ട് വരാം, കുടുംബത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ, സ്വന്തം ബന്ധങ്ങൾ, കൂടപ്പിറപ്പുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാകാം, ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആകാം. ഏതൊക്കെ തരത്തിലാണെങ്കിലും സാമ്പത്തികപരമായിട്ട് ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മീനം രാശിക്കാർക്ക് അനുഭവത്തിൽ വരാം. ജന്മശനി കാലഘട്ടമെന്ന് പറയുന്നത് അത്രമേൽ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ജന്മശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നത് ജാതകവശാൽ ശുഭദശ നടക്കുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ പൊതുവേ ഈ ഒരു കാലഘട്ടത്തിൽ ശനി വക്രത്തിലാകുമ്പോൾ അത് മീനം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഓരോ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലതും പലതരത്തിലാകാം. ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയുള്ളവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിനും മനസ്സിനും നിങ്ങൾക്കൊരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. കടബാധ്യതകളൊക്കെ ഒന്ന് വിട്ടൊഴിയുക, അല്ലെങ്കിൽ കടബാധ്യതകൾ പരിഹരിക്കാൻ തരത്തിലുള്ള ഒരു ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്താണോ, നിങ്ങളുടെ ജോലി എന്താണോ, അതിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. ആ കർമ്മം മൂലം നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുക. ഇതൊക്കെ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകും.
പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ചൊരു 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന കാലമാണ്. നിങ്ങൾക്കൊരു സമ്പാദ്യമെന്ന് പറയാൻ പല മീനം രാശിക്കാർക്കും ഇല്ല എന്നുള്ളതാണ്. എത്ര പണം കൈകളിലേക്ക് വന്നാലും അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ചിലവഴിക്കേണ്ടി വരുന്ന ഒരനുഭവം. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമില്ലാത്ത അവസ്ഥയൊക്കെ മീനം രാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, കാലതാമസം, അലച്ചിലുകൾ. ഒരു 5 മിനിറ്റ് കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങൾക്ക് 5 ദിവസം കയറി ഇറങ്ങിയാലും നടക്കാത്ത ഒരവസ്ഥ. അത്രമേൽ ബുദ്ധിമുട്ടുകളൊക്കെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് 7ര ശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ശനി തന്നെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളുടെ തടസ്സത മാറും. നിങ്ങൾക്കൊരു പൂർണ്ണ വിജയം നിങ്ങൾക്ക് ലഭിക്കും. പലതരത്തിലുള്ള മാനസികമായും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. മാനസികമായും ശാരീരികമായൊരു ഉണർവും ഉന്മേഷവും ലഭിക്കും. സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരു സമാധാനം, സുഖം ലഭിക്കും. അങ്ങനെ എല്ലാ തരത്തിലും മംഗളകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങൾ മീനം രാശിക്കാർക്ക് ശനി നൽകുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തെ വളരെയധികം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന സമയം, കാലം, ദശാകാലമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശനിയുടെ വക്രഗതി എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.